ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ്. ഇനി നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് മട്ടരി കഴുകി വൃത്തിയാക്കിയത്, 2 കപ്പ് തേങ്ങ, 3 അച്ച് വെല്ലം, കുറച്ച് കടല, 1.5 കപ്പ് അമൃതപ്പൊടി. അമൃതപ്പൊടി നമുക്ക് വറുത്തെടുക്കണം. അപ്പം നമുക്കിത് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ അമൃതപ്പൊടി ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അതേ പാത്രത്തിൽ അരിമണിയും കൂടി വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരിമണി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി വറുത്തതും കടലയും കൂട്ടിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3 അച്ച് വെല്ലം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച കടലയും അരിമണിയും പൊടിച്ചു വെച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ അമൃതപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ നേരത്തെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിരുന്നു. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിത് ബോളാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് അമൃതപ്പൊടി ഇല്ലെങ്കിലും അരി പൊടിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.